മീൻ. എന്താ ഇങ്ങനെ ചുമ്മാ അടയിരി മീന്. ഫിഷ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ടൂൾസ് വേണം. കാരണം അറിയാത്ത ആൾക്കാർ ബിഗിനേഴ്സിന് ഫിഷ് കട്ട് ചെയ്യാൻ സിസറും കത്തിയും നല്ലതായിരിക്കും. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഹായ് ഇത് കൊള്ളാലോ, പീസാക്കി കിട്ടുന്നിടത്ത് പോയി ചെന്ന് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് ഈ 2 മീൻ വെച്ചിട്ടാണ് എന്നതിന് മുമ്പ് ആദ്യം രാവണം. ക്യാമറ ഇപ്രാവശ്യം ചോദിച്ചു വേറെ വിശേഷം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. നേരത്തെയൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയത്. ഇപ്പം കുക്കിംഗ് ചെയ്തിട്ട് കുറേ നാളെ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ഫിഷ് കറി ഇതിനു മുമ്പോട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ലൈഫിൽ ആദ്യത്തെ സമയമാണെന്ന് തോന്നുന്നു ഞാൻ ഫിഷ് കറി ട്രൈ ചെയ്ത്. സാധാരണ ഇവിടെ വീട്ടിലാണെങ്കിൽ ഫിഷ് തൊടാൻ സമ്മതിക്കത്തില്ല. മമ്മിയാണെങ്കിൽ പ്രത്യേകിച്ച് സമ്മതിക്കത്തില്ല. കാരണം ഇവിടെ ചിക്കൻ ഞാൻ വയ്ക്കും, പക്ഷേ ബാക്കി എന്ത് വെച്ചാലും ഫിഷ് തൊടാൻ സമ്മതിക്കുക. കാരണം മേടിച്ചോണ്ട് വരുന്ന ഫിഷ് നശിപ്പിക്കാൻ മമ്മി സമ്മതിക്കത്തേയില്ല. ഇന്നിവിടെ വീട്ടിൽ മമ്മിയില്ല. മമ്മി പ്രാർത്ഥനയ്ക്ക് പോയി. പപ്പ ഇവിടെ ഇല്ല, അച്ഛനും ഇവിടെ ഇല്ല. പിന്നെ ജിൻസി ആണെങ്കിൽ ട്യൂഷനും പഠിപ്പിക്കാൻ പോയത്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഇവിടെ. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും അറിയാം. ഈ ഒരു കാര്യത്തിനൊക്കെ അറിയാമോ, ഇവിടെ മീൻ മേടിച്ച കാര്യം പോലും മമ്മിക്ക് അറിയില്ല. ഞാൻ ഇത് പുറത്ത് പോയിട്ട് വന്നപ്പം ഞാൻ മീൻ കൊണ്ടുവന്നേ. മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മീൻ്റെ കുഞ്ഞു മീൻ, സ്മാൾ ഫിഷ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മീൻ. നമുക്കാദ്യം ഇത് അൺബോക്സ് ചെയ്യാം. നെയ്മീൻ്റെ ചെറുതാണെന്നാണ് പറഞ്ഞത്. ഞാനോ നെയ്മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇതിനി നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തിട്ട് വെക്കാം. ഈ 2 മീൻ വെച്ചിട്ടാണ് ഇന്ന് നെയ്മീൻ കറി. ചെറിയ നെയ്മീനാണെന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇനി ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. ക്ലീൻ ചെയ്യുന്ന ഒരു യുദ്ധമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. മീൻ അങ്ങനെ ക്ലീനേ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ഫിഷ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ടൂൾസ് വേണം. കാരണം അറിയാത്ത ആൾക്കാർ ബിഗിനേഴ്സിന് ഫിഷ് കട്ട് ചെയ്യാൻ സിസറും കത്തിയും നല്ലതായിരിക്കും. ഫിഷ് കട്ട് ചെയ്തതിന് മുമ്പ് ആദ്യം രാവണം. മമ്മി എപ്പോഴും രാവുന്നത് ഇത് രാവിയണം. ആദ്യം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫിഷ് എടുക്കാം. ഈ പാത്രത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം. ആദ്യം നമ്മൾ സിസർ ഉപയോഗിക്കുക. ഹൗ ടു കട്ട് ദ ഫിഷ്. ഇത് ഒട്ടും മൂർച്ചയില്ല കത്തിക്ക്. ഓക്കെ. ഇത് കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ വാല് കട്ട് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേ എന്നെങ്കിലും ഒരിക്കൽ മീൻ ഉണ്ടാക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ ജീവിതത്തിൽ ഇന്നായിരുന്നു ആ ദിവസം. ഒറ്റയ്ക്ക് മീൻ ഉണ്ടാക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിലും അത് വരുവേ. ഇവിടുത്തെ അപ്പോഴ് അങ്ങനെ ഉള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളായിരിക്കും. ഇവിടെ ഒരു വാല് കഷ്ടം, പാവം മീൻ. പക്ഷെ കഴിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തല കട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ. കട്ട് ചെയ്തിട്ട് ഈ സാധനം എന്നിട്ട് നമുക്കിവിടെ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പോവും. ഇതെല്ലാം പിന്നെ ഇതിൻ്റെ മേലിലുള്ള ഈ സാധനങ്ങളെല്ലാം ഉണക്കി ഇങ്ങനെ ഉരയ്ക്കാം. ഇത് നല്ല പടയ്ക്കുന്ന മീൻ. എന്താ ഇങ്ങനെ ചുമ്മാ അടയിരി മീന്. ഉരച്ച് ഇതിൻ്റെ തൊലിയെല്ലാം നമ്മൾ ആദ്യത്തെ ഉള്ളത് ഏകദേശം ക്ലീൻ ചെയ്ത് കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി. നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത്
ഇതിൽ കൂടുതൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? അങ്ങനെ ഇവിടെ സൈഡൊക്കെ ഇത് പൊട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചന്തയിൽ പോയി കഴിഞ്ഞാൽ പീസാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പീസാക്കി തരും. അങ്ങനെ ഉള്ളിടത്ത് പോയി ചെന്ന് പീസാക്കി കിട്ടുന്നിടത്ത് പോയി ചെന്ന് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് കുറച്ച് വലിയ ഫിഷാണ്, കാരണം നമുക്കപ്പോഴും ഇങ്ങനെ ഇത്രയും അധ്വാനിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് മീൻ മേടിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് വീട്ടിൽ കൊണ്ടു തന്നതെന്നല്ല, ഇത് അവിടെ പോയി മേടിച്ചതാണ്. ഫിഷിൻ്റെ സ്റ്റോളിൽ പോയി മേടിച്ചതാണ്. അത് അവർ കട്ട് ചെയ്ത് തരുന്നില്ല, നമ്മൾ തൂക്കി ഇങ്ങനെ മേടിച്ചതാണ്. എന്ത് കണ്ട സിമ്പിൾ. ഇതൊക്കെ എന്ത് ഈ മീനാണെങ്കിൽ കൈ നിൽക്കുന്നില്ല. എന്തൊരു സാധനം ഇത്! ചിലയിടത്തൊക്കെ ഇതിൻ്റെ തൊലി ഉരിക്കുകയെ, പക്ഷെ തൊലി ഉരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊലി എന്തിനാ ഉരിക്കുന്നത്? കട്ട് ചെയ്ത് കിട്ടിയാണ്ടല്ലോ പിന്നൊരു കുഴപ്പമില്ല. ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നുണ്ടാ, ഒരു കുറച്ച് 2-3 മീനൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആയിക്കോളും. ഞാൻ തന്നെ മീനൊന്നും കട്ട് ചെയ്യാതെ ഇത്രയും വയസ്സ് വരെ എത്തിയില്ലേ. 30 വയസ്സിലാണ് ആദ്യമായിട്ടാണ് മീൻ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്രയും ദൂരം വരില്ലേ. അപ്പം ഇത് വലിയ വിഷയമുള്ള കാര്യമല്ല. സിമ്പിൾ ഹംബിൾ. ഞാൻ ഒരച്ച് സുന്ദര കുട്ടപ്പനാക്കി നമ്മളതിനെ ക്ലീൻ ചെയ്യും. അടിപൊളിയായിട്ട് കുളിപ്പിച്ചെടുക്കുന്നു. കുറച്ച് കല്ലുപ്പ് എടുക്കാമേ. കല്ലുപ്പില്ല, സാധാ ഉപ്പെടുക്കാം. ഈ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ലേ, ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ സോഫ്റ്റാക്കും. ഇതെനിക്ക് തോന്നി ഈ മഞ്ഞളും ഉപ്പും കൂടെ കണ്ടിടണം. ഞാൻ ഇത് വീഡിയോയ്ക്കകത്ത് കണ്ടേ, അതല്ലാതെ എനിക്കെങ്ങനെ അറിയാൻ ഈ ഉപ്പിടാനൊക്കെ. ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടതാണ്. അതിനകത്ത് അവർ ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ. ഇതിനകത്ത് മഞ്ഞളും കൂടെ ഇടണമെന്നാണ് പറഞ്ഞത്. മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഇത് കഴുകി എടുത്തു കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഒരു മണം കിട്ടത്തില്ല. അത് ഹായ്, ഇത് കൊള്ളാലോ. ഇതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ ഉപ്പ് വെച്ചപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ വന്ന്. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പ്, ഉപ്പ് തേച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം. കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ ഇനി മീനില്ലാണ്ടാവും. ചേട്ടാ, ഇതെന്താ പ്ലാസ്റ്റിക്കാ ഇങ്ങനെ വലിഞ്ഞു വരുന്ന? പ്ലാസ്റ്റിക് മീനോ ഇത്? ഓ, ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഇതിൻ്റെ കവറാ, സ്കിന്നാ. ഇത് സ്കിന്ന് നമ്മൾ ഈ ഉപ്പിട്ടപ്പോഴേ ഇതിൻ്റെ സ്കിന്നിൻ്റെ കാര്യം അറിഞ്ഞ കേട്ടോ. ഇതിൻ്റെ സ്കിന്നിങ്ങനെ എടുക്കണം. പിന്നെ ഇവിടുത്തെ ഈ സ്കിന്നും കൂടെ. കൊള്ളാനിത് നല്ല രസമുണ്ടല്ലേ. നമ്മളൊന്ന് കഴുകരുത്. നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത കേട്ടോ. ഇനി ഇതിനെ കൂടുതൽ ക്ലീനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ക്ലീൻ ചെയ്തിട്ടില്ല. പണ്ടുള്ളവരും അറിയത്തില്ലേ, കുളിപ്പിച്ച് കൊച്ചിനെ കൊണ്ടുവന്ന്. നമ്മളിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഒരു 3-4 വെള്ളത്തിൽ കഴുകണം കേട്ടോ. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മൾ ഫിഷ് കട്ട് ചെയ്തു ഇവിടെ വെച്ചു.
കറക്റ്റ് സമയത്ത് കറണ്ട് പോയി. നമ്മൾ ഫിഷ് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കും. നമുക്കിനി എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാക്കണം. അതിന് 2 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വെളുത്തുള്ളി തൊലിക്കുന്ന പെട്ടെന്നുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങ് വരും. അല്ലെങ്കിൽ നമ്മൾ 2 അറ്റവും കട്ട് ചെയ്ത് കുറച്ച് താമസം എടുക്കും. ഒരബദ്ധം പറ്റിപ്പോയി. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഫോണിൻ്റെ ചാർജ് തീർന്ന് ഫോണങ്ങ് ഓഫായിപ്പോയി. ഞാനാണെങ്കിൽ അറിഞ്ഞതുമില്ല. ഇതിനകത്ത് മീനും സംഭവങ്ങളും എല്ലാം ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഫുട്ടേജ് ഒന്നും കിട്ടിയില്ല. ഇപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായി. എന്താ ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഫ്ലോപ്പ് ആയിപ്പോയി, കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് ഉള്ളി അരിയുന്നത് വരെയുള്ള ഫുട്ടേജേ ഉള്ളൂ. ബാക്കി ഞാനാണെങ്കിൽ മീൻ ഈ ചട്ടിക്കകത്ത് ഇട്ടതും ഇതിനകത്ത് ചേരുവ ചേർത്തതും ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് ഫോൺ ഓൾറെഡി ഓൺ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഞാനിന്ന് രാവിലെ പുറത്ത് പോയിട്ടൊക്കെ വന്നപ്പോൾ ഫോണിൽ ചാർജ് കുറവായിരുന്നു. അത് തന്നെ ഓഫായി പോയി. ഞാൻ ബാറ്ററി നോക്കിയതുമില്ല. പിന്നെ ഇപ്പം ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ ആ ഫുട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല. ആ ഉള്ളി അരിയുന്നതിൻ്റെ ആ ഫുട്ടേജ് മാത്രമേ ഉള്ളൂ, ബാക്കി കിട്ടിയതുമില്ല. എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു മീൻകറി ഉണ്ടാക്കി വെച്ചിട്ട് ആ മീൻകറി കാണിക്കാനും പറ്റിയില്ല. ചേരുവയല്ല, ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മളാണെങ്കിൽ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ആകെ ഇതായിപ്പോയി. കുഴപ്പമില്ല, സാരമില്ല. മുളക് ഇതിനകത്ത് വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചു. പിന്നെ അതിനകത്ത് മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കരിയാപ്പിലയൊക്കെ ഇട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കഷ്ണം പുളിവെള്ളവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് മീൻ കഷ്ണം ഇതിനകത്തിട്ട് മീൻ കഷ്ണം തിളച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് അപ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞിട്ട് എണ്ണ മേളിൽ കൂടെ ഒഴിക്കണം. ഇത്രയായിരുന്നു ചെയ്തത്. പക്ഷേ എന്തോ ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മീൻകറി. ആ മീൻകറി അത് ഫുള്ള് കിട്ടിയതും ഇല്ല. അതിൻ്റെ വിഷമമായിപ്പോയി. സാരമില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിച്ചത് ഞാൻ ഫിഷ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ചെതുമ്പലെല്ലാം അടിച്ചായിരുന്നു. അപ്പം പിന്നെ കുറേ നേരമായല്ലോ ഇതൊക്കെ ഫിഷ് തിളയ്ക്കാനും. അപ്പം ഞാൻ ഒരു ഫ്രഷായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് ഫിഷ് ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ പോലും പറ്റിയില്ല. അപ്പം നമുക്ക് എന്തായാലും മീൻകറി എടുത്ത് ചോറിനകത്ത് കുറച്ച് വിളമ്പാം. വീണ്ടും കുറച്ച് വയ്ക്കും. ടേസ്റ്റ് ചെയ്യാം, ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും മുളകും എല്ലാം പിടിച്ചു. ഇങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ കാണിച്ചില്ല, ഓൾറെഡി പോയി കാണില്ല. ഞാൻ അടുത്തോട്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണിക്കും. ക്യാമറ ഇപ്രാവശ്യം ചോദിച്ചു, വേറെ വിശേഷമൊന്നുമില്ല. അതിന് നിങ്ങളും പോയി ചോറുണ്ടോ? ഓക്കെ, ബൈ.